വാപ്പ ഒരു വലിയ കാലയളവ് ഈ ഫീൽഡിൽ നിന്ന് മാറിയിരുന്നു. അത് പുള്ളിക്ക് വർക്കില്ലാതെയോ വിളിക്കാതെയോ ഒന്നുമല്ല. എന്തോ ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ആള് പെട്ടെന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. അതായത് ആര് വിളിച്ചാലും പോവില്ല. ഇല്ല, ഇനി പോകുന്നില്ല, വരുന്നില്ല എന്നുള്ളത് അങ്ങോട്ട് തീരുമാനം എടുക്കുകയാണ്. 72 നാടകത്തിന് ഏറ്റവും നല്ല സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ഒരാളാണ്. അന്നൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പണിയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് ചുറ്റുമുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് ഒരു 13 വർഷക്കാലം വീട്ടിൽ കുത്തിയിരുന്നു, പോയില്ല എവിടെ. അതൊരു ലോങ് ഡ്യൂറേഷനോ 1-2 ആണ് പിന്നെ പോട്ടെ. അതെ, രണ്ടാം വരവ് വാപ്പ രണ്ടാമത് ഈ ഫീൽഡിലേക്ക് വരുന്നത് ശരിക്കും ഭരതേട്ടൻ നല്ലതുപോലെ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഭരതേട്ടൻ ഇവരൊക്കെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ജീവിക്കുന്ന ആളുകളാണ്. ഭരതേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വാപ്പ, കലാമണ്ഡലം ഹൈദരലി, പാളങ്ങൾ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള മാനി മുഹമ്മദ്, എൻ്റെ അമ്മാനച്ചൻ അതായത് ഹസീനയുടെ ഫാദർ KV മുഹമ്മദ്, ഡ്രാമ ആർട്ടിസ്റ്റാണ്. വാപ്പയും ഉപ്പിച്ചിയൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം നാടകം ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനൊരു വലിയ കോറം ആളുകൾ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനകത്തുണ്ടായിരുന്നു. ഇവരുടെ ഒരു കലാസമിതി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാണ് ഭരതേട്ടൻ. നിങ്ങളുടെ ഗ്രൂപ്പും അതും പറയാം വടക്കാഞ്ചേരിയിൽ. അപ്പോൾ വടക്കാഞ്ചേരിയിൽ അന്ന് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് രണ്ടാം വരവ്, അതായത് കേളി എന്നുള്ള സിനിമ ഭരതേട്ടൻ്റെയാണ്. അപ്പൊ അത് എങ്കക്കാട് ഇവർക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു പപ്പടച്ചട്ടി ഉണ്ടായിരുന്നു. അത് ആദ്യമേ ചെറുപ്പത്തിലേക്ക് അങ്ങനെ ഇവർ കലാസമിതിയിലുള്ളപ്പോൾ വാപ്പ അനുകരിച്ച് കാണിക്കുമായിരുന്നു. അത് ഭരതേട്ടൻ അറിയാം. ആ ഒരു പേരും പറഞ്ഞാണ്, അതിനൊന്നും വേണ്ടിയല്ല, ആ പേരും പറഞ്ഞാണ് വാപ്പയെ കൊണ്ടത്. അതായത് എടാ അത് വേറെ ആരും ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ അത് ചെയ്യണം, നീ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേളിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എപ്പോ പോയാലും മുറിച്ചു കളയാവുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതെ, എപ്പോഴാണ് വഴക്കൂടി പോണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ഭരതേട്ടന്റെ ഒരു താല്പര്യപ്രകാരമാണ് സെക്കൻഡ്. അതെ, അതിനുശേഷം അപ്പോൾ ആ കേളി വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലോഹി സാറ് ഉണ്ടായിരുന്നു. ലോഹി സാറും നാടകം ചെയ്തിരുന്നോണ്ട് അന്നത്തെ കാലം മുതൽ അബൂബക്കർ എന്ന് പറഞ്ഞ ആളാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ രൂപത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു വാപ്പ. അപ്പൊ അത്രയും വർഷം 13-14 വർഷം കഴിഞ്ഞില്ലേ. അപ്പോ ആൾക്ക് മനസ്സിലായില്ല, പിന്നീട് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ആ നാടകത്തിലുള്ള ആ ഒരു ബന്ധം വെച്ചാൽ ലോഹിയേട്ടന് ഭയങ്കര താല്പര്യമായിരുന്നു വാപ്പ. അന്ന് പുള്ളിയുടെ എല്ലാ സ്ക്രിപ്റ്റിലും വാപ്പാക്ക് ഒരു കഥാപാത്രം ഉണ്ടാവും. അങ്ങനെയാണ് ആധാരം, വളയം, വാത്സല്യം ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ട്രെച്ച് ഓഫ് ഗുഡ് മൂവീസ്. അതെ, അങ്ങനെയാണ് ഒരു രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. തിലകൻ ചേട്ടനും ഒക്കെ നല്ലതുപോലെ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം നല്ലൊരു ഫ്രണ്ട് സർക്കിൾ, ആ പഴയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു വാപ്പാക്ക്. പക്ഷെ വാപ്പ വിളിച്ചാൽ പോവില്ലായിരുന്നു. അത് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയ്ക്ക് അതിന്റെ ഡബിങ്ങും കൂടി കഴിയാതെ പോകില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം നിയാസിക്കയുടെ പെർഫോമൻസുകളിൽ മറുമായം മറുമായത്തിൽ തന്നെ പല ക്യാരക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേ ആവാം, മൂവിയിലേ ആവാം, അല്ലെങ്കിൽ ചില സ്റ്റേജ് പെർഫോമൻസ് നിങ്ങൾ ലൈവായിട്ട് കണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏതായിരിക്കും ഒരു എപ്പോഴും മോൻ്റെ മൈൻഡിൽ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കാണുമല്ലോ? അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഡിഫറെന്റ്. അതെ, എല്ലാം വേഴ്സറ്റൈലാണ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അടുത്ത് പപ്പ അഭിനയിച്ച ഒരു മൂവിയിലെ ഒരു സോങ് റിലീസായി. അതിലെനിക്ക് ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ആന്തോളജിയാണ്. അപ്പൊ അതിലത്തെ ഒരു മ്യൂസിക് ഇവരുടെ റിലീസായി. അതിലെനിക്ക് പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് മുന്നേ ഉണ്ട് കാലം മറിമായം ചെയ്തിട്ട് ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. അല്ല, ഇഷ്ടായിട്ടില്ല എന്നല്ല, അതെല്ലാം ഇപ്പൊ ഓരോന്ന് നമ്മൾ പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോ, പണ്ടത്തെ ഇത് പപ്പാടെയൊക്കെ നമ്മൾ ഓരോന്നെടുത്ത് കാണുമ്പോ ഓൾറെഡി അറിയാമല്ലോ, കണ്ടതും. അത് അപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു. അതിന്റെ കുറച്ച് വ്യത്യാസം ഉള്ള ഒരു സംഗതി. പിന്നെ ആക്ടിങ്ങിൽ തന്നെ
ഡിഫറൻസ് കീപ്പ് ചെയ്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അർത്ഥം. ഇങ്ങനെ കുറച്ച് മെച്ചപ്പെട്ടു ഇങ്ങനെയൊക്കെ പറയുന്നു. ഇവര് ക്രിട്ടിക്സ് അല്ലേ? ഇവരാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ മെയിൻ ഓഡിയൻസ്. മെയിൻ ഓഡിയൻസ്. അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയൂ കേട്ടോ. അതായത് നമ്മുടെ കുഴപ്പങ്ങളും കുറവുകളൊക്കെ ഇഷ്ടായില്ല എന്ന് തന്നെ പറയും. ചേച്ചിക്കാണെങ്കിലോ അങ്ങനെ ഇക്കാടെ ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരിക്കാം? ഇല്ല, കൂടുതല് മറിമായത്തിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ചിലത് നല്ല രസമായിട്ട് ചെയ്യല്ലോ. ചില ക്യാരക്ടർ കാണുമ്പോ ഞാൻ പറയും അത് ജീവിക്കാണ്, അല്ല വീട്ടില് ഇവിടെ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെയാന്ന് പറയല്ലേ. ചിലത് അതേത് ക്യാരക്ടർ അങ്ങനെയാണ് അതറിയണമല്ലോ. അത് അപ്പൊ എന്താണ് ഉള്ളിയുടെ ഉള്ളിലിരിപ്പ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത് എനിക്ക് അതിനെ പറയട്ടെ. അവരാരും സത്യസന്ധമായിട്ട് സംസാരിക്കണ്ടേ. ഞാനൊരു സൈഡ് തളർന്നിട്ടുള്ള ഒരാളെ അവതരിപ്പിച്ചു. സൈഡ് തളർന്നത് അപ്പൊ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഈ വൈഫിനൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴും കണിഷക്കാരൻ, ഇങ്ങനെ ഒരു ചൂടനായിട്ടുള്ള ഒരാളാണ്. ഇയാള് ഒരു സൈഡ് തളർന്നു പോയി. തളർന്നു പോയിട്ടും ഇയാളുടെ ചൂട് ഒരു കുറവില്ല. ദേഷ്യം ഭാര്യനെ കൊണ്ട് അപ്പോഴും അതങ്ങനെ ചെയ്യിച്ചില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, പരാതി, സങ്കടം. അപ്പൊ പറയാണേ ഇത് സെയിം ആണല്ലോ. ഇത് അത് തന്നെയല്ല, ഈ ദേഷ്യം ഈ തളർന്നാലും പോകൂലേ എന്ന്. ഇങ്ങനെ തന്നെയാണോ താങ്കൾ? അതല്ല, അഭിനയൊക്കെ വിട്ടു. നീർക്കന്ന് വേണമെങ്കിൽ ഞാൻ വിളിച്ചിട്ട് സ്നേഹനെ സമ്മതിക്കണം അഭിനയിച്ച. അപ്പൊ നീയാൾക്ക് എന്നോട് ചോദിക്കാം, അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് ഞാൻ അങ്ങനത്തെ ആളാണാ? അതല്ല, എന്നാലും എന്താണ് എന്നെ കുറിച്ച് നിങ്ങളൊക്കെ സമ്മതിക്കണം, പാവം അഭിനയിക്കുകയാണെന്നൊക്കെ വിട്ടു പുള്ളി. എങ്ങനെ അപ്പൊ റിയാലിറ്റി അത് മനസ്സിലായില്ലേ? സ്നേഹ ഗംഭീരായിണ്ട്, സ്നേഹ പാവം. അപ്പൊ ഞാൻ ചെയ്തതൊന്നും ഞാൻ അഭിനയിക്കല്ലേ. പക്ഷെ നിറയെ അഭിപ്രായം വന്നൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. ഒരുപാട് പേര് വിളിച്ചു. അതേപോലെ ഇവര് അഭിപ്രായം പറഞ്ഞൊരു സംഭവമാണ് നമ്മളാ പായസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഒക്കെ. ഇവരൊക്കെ അഭിപ്രായം നന്നായിട്ട് അത് നല്ലൊരു എപ്പിസോഡായിരുന്നു. ജനങ്ങൾക്ക് പക്ഷെ പൊതുവെ ഉള്ള കാര്യം പറയാലോ, പൊതുവായിട്ടുള്ള ഇഷ്ടം ഞാൻ കോയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ഒരു മൈൻഡ് ഒരു സാധനം ഉണ്ടല്ലോ, പൊതുവെ ആ ഒരു ക്യാരക്ടറിനോടാണ് ഏറ്റവും കൂടുതൽ. അത് എനിക്ക് അറിയുകയും ചെയ്യാം, പലവരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിയാസൊക്കെ ആണെങ്കിലും ഇപ്പോൾ കോളേജസിൽ പോകുമ്പോഴാണെങ്കിലും എല്ലാം എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യാറുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, റീസെൻ്റ് അല്ല കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഒരു കോളേജിൽ ഒക്കെ പോയ സമയത്ത് സ്റ്റേജിൽ നിന്ന് അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാനത് ചെയ്ത് അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഈ ഫ്ലവേഴ്സിലും ഞാൻ അത് വന്നപ്പോ അത് ചെയ്തു. ഒരുപാട് സ്ഥലത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ട്.